ഗൈസ്, ഇതാണ് നിങ്ങളുടെ ജോ ആൻഡ് ബി വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ട്. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് മൈസൂരിലെ കാർ മ്യൂസിയത്തിലാണ്. ബാക്കി കാണുന്നതാണ് കാർ മ്യൂസിയം. ഇപ്പം നമുക്ക് അകത്ത് പോയി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, യാ ഓക്കെ. ഈ മ്യൂസിയം ലൊക്കേറ്റ് ആയിരിക്കുന്നത് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ റൂട്ടിലാണ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് എൻട്രൻസിലോട്ട് കയറാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടേഴ്സ് ആണ്. ഇവിടെ നമുക്ക് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 75 രൂപയാണ്. ക്യാമറയ്ക്കൊക്കെ സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ശ്രീ ഡോക്ടർ വീരേന്ദ്ര ഹെഗഡെ ആണ് ഇതിൻ്റെ ഫൗണ്ടർ. ആ സാറിൻ്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ പറയുന്ന മോഡൽ കാർ ഇവിടെ ഉണ്ട്. നമുക്ക് എൻട്രൻസ് ഉള്ളിലോട്ട് പോകാം. ഓരോ വണ്ടികളായിട്ട് കിടക്കും. നമ്മുടെ ബാക്കിൽ കാണുന്ന ഓരോ പഴയകാലത്തെ വണ്ടികളാണ്. ഇത് ഫുള്ളും ഇങ്ങനെ ഓരോ വണ്ടികളുണ്ട്. ഇതിൻ്റെ താഴെ നമുക്ക് വണ്ടികളൊക്കെ ഉണ്ട്. ഇങ്ങേറ്റം വരെ നമുക്ക് കാറിൻ്റെ എൻജിനുകൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ പഴയകാലത്തെ രഥങ്ങൾ, പഴയകാലത്തെ റെസിഡൻസിൻ്റെ വണ്ടികൾ, എല്ലാ ടൈപ്പ് വണ്ടികളും ഇവിടെ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ വണ്ടിയായിട്ട് നമുക്ക് കണ്ടു പോകാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഓരോ വണ്ടി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ട് വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, നമുക്കിവിടെ കാണുന്നത് പഴയ കാലഘട്ടത്തെ വീലുകളാണ്. ഓരോ വണ്ടികളെ, കുതിരവണ്ടി, കാളവണ്ടി, പിന്നെ ഓരോ കാറുകളുടെ ഓരോ കാലഘട്ടത്തിലെ വീലുകളാണ് കാണുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് കാളവണ്ടി, കുതിരവണ്ടികളുടെയൊക്കെ നമ്മൾ ഈ കാണുന്ന SU കാർബേറ്ററാണ്. ഇതൊരു വണ്ടിയുടെ ഡൈനോമയാണ് കാണുന്നത്. നമ്മൾ ഈ കാണുന്നത് ടർബോ ചാർജർ അസയാണ്. ഇത് മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പാണ്. ഇത് സ്റ്റിയറിംഗ് ബോക്സ് ആണ്. ഇതൊരു വണ്ടിയുടെ ചേസാണ്. ആസ് 12-ന്റെ ചേസും എഞ്ചിനും എല്ലാം ഇത് ചെയ്തേക്കാണ്. ഇതൊരു മെക്കാനിക്കൽ 4 സ്ട്രോക്ക് എഞ്ചിൻ. ഇതൊരു 4 സ്ട്രോക്ക് എഞ്ചിൻ. ഇതൊരു 2 സ്ട്രോക്ക് എഞ്ചിനാണ് കാണുന്നത്. ഇത് സോളക്സിൻ്റെ കാർബേറ്ററാണ്. നമ്മൾ ഈ കാണുന്നത് ഒരു കുതിരവണ്ടിയാണ്. പഴയ കാലഘട്ടത്തിൽ ഇപ്പോഴും ഇവിടെ മൈസൂർ ഭാഗത്ത് കാണുന്നുണ്ട്. ഇത് പഴയ സിനിമകളിലൊക്കെ ഉള്ള കാളവണ്ടിയാണ്. ഇപ്പോഴും ഇത് കാളവണ്ടിയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് 1925 മോഡൽ ഫിയറ്റിൻ്റെ 501 ആണ്. ഇത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ളതാണ്. അടിപൊളി ഒരു വണ്ടിയാണ്. ഇത് 1931 മോഡൽ ഫിയറ്റിൻ്റെ 521 ആണ്. ഇത് ഡെമോൺസ്ട്രേഷൻ മോഡലാണ്, രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു മോഡലാണ്. ഇത് 1929 മോഡൽ സ്റ്റഡ് ബീക്കർ പ്രസിഡൻറ്റ് 8 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊരു അടിപൊളി വീലും അതൊക്കെ കാണാൻ അടിപൊളി ലുക്കാണ്. നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. അടിപൊളി വണ്ടിയിലെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന 1931 ആസ്റ്റൺ 7RM സലൂൺ എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മൾ ഈ കാണുന്നത് ഫോർഡിൻ്റെ പെർഫെക്റ്റ് E93A 1946 ഒരു മോഡലാണ്. നമ്മൾ ഈ കാണുന്ന മോറീസിൻ്റെ 8 സീരീസ് E 1947 മോഡലുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന ആസ്റ്റിൻ്റെ F40 മോഡൽ 1950 കാലഘട്ടത്തിലുള്ള വണ്ടിയാണ്. നമ്മൾ ഇത് കാണുന്ന ഫ്രീസർ F47 CS മാൻഹാട്ടിൽ 1947 മോഡലുള്ള ഒരു മസിൽ കാറാണ്. നല്ല ഒരു അംബാസഡറിൻ്റെ മോഡൽ ഷേപ്പാണെങ്കിലും ഭയങ്കര വീതിയും നല്ല നീളമുള്ള ഒരു വണ്ടിയാണ്. നമ്മൾ ഈ കാണുന്ന BUIck സീരീസ് 50 സൂപ്പർ 8 ആണ്. 1929 കാലഘട്ടത്തിലുള്ള വണ്ടിയാണ്. അടിപൊളി. അതിൻ്റെ ബാക്ക് വശമൊക്കെ കാണാൻ അടിപൊളി ലുക്കാണ്. ഈ വണ്ടികളൊക്കെ നിരന്ന് കിടക്കുന്ന കാണാൻ അടിപൊളി ലുക്കാണ്. നമ്മൾ അടുത്ത കാണുന്ന ഓപ്പൽ കഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു മോഡൽ 1947 കാലഘട്ടത്തിലുള്ള. ഇതൊരു മഞ്ചലാണ്. പിന്നെ നമ്മൾ ഈ കാണുന്നത് വണ്ടിയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ്. ഡൈംലർ D36 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇത് നല്ല ഒരു രാജകീയമായൊരു വണ്ടി പോലെ ഉണ്ട്. ഫ്രണ്ടിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ അടിപൊളി ലുക്കാണ്. ഒരു ബ്ലാക്ക് കളറിലെ അടിപൊളി തീമിൽ അടിപൊളി ഒരു വണ്ടിയാണ്. നമ്മുടെ ജാവയുടെ വണ്ടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പഴയ കാലത്ത് വിക്ടോറിയ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. RX100 നമ്മുടെ ഇപ്പോൾ എല്ലാവരുടെ കൈ ഉള്ളവരുണ്ട്. ഇത് പെഡലിയേഴ്സ് ഒരു വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് മേളിൽ. ഇത്
ട്രയംഫിൻ്റെ ഒരു പഴയ കാലത്ത് ബൈക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് അതിൻ്റെ അതിൻ്റെ എല്ലാ ഐറ്റം. കുഞ്ഞൊരു ചെറിയൊരു വണ്ടിയുണ്ട്. പിന്നെ ഇവിടെ അവിടെ എക്സ്പ്ലോററിൻ്റെ ഒരു വണ്ടി, അത് പഴയൊരു മോഡൽ വണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു യെല്ലോ ഒരു ബൈക്ക്, ഒരു പ്രത്യേക ഒരു ബൈക്ക്. ഇതിൻ്റെ ഗിയർ സിസ്റ്റമൊക്കെയാണ് നമ്മൾ ഈ നോബിൽ കാണുന്നത്. പിന്നെ പഴയ കാലത്തെ നമ്മുടെ കേരളത്തിൻ്റെ പോലത്തെ ഇവിടെയുണ്ട്. പിന്നെ അവിടെ ഒരു വേറൊരു രാജദൂതിൻ്റെ വണ്ടി ഒരെണ്ണം ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ റോയൽ എൻഫീൽഡ് നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ LMLൻ്റെ ഒരു സ്കൂട്ടർ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു പഴയ കാലത്ത് ഇത് വെസ്പായുടെ ഒരു സ്കൂട്ടർ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ പഴയ ട്രൈനിറ്റി ഹോണ്ട, ബജാജിൻ്റെ 150, സൂപ്പർ FE, പിന്നെ രാജദൂതിൻ്റെ നമ്മളപ്പുറത്ത് കണ്ട അതേ ബൈക്ക് തന്നെ ഇരിപ്പുണ്ട്. നമുക്കെല്ലാം ഒന്ന് വാങ്ങാം. നമ്മളീ കാണുന്നത് സിട്രോണിൻ്റെ ട്രാക്ഷൻ അവറ്റ് 9047 ഉള്ള മോഡൽ. അതിൻ്റെ സ്പീഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഹിൽമാൻ്റെ മിനിക്സ് 9052 ഒരു മോഡൽ കാറാണ്. നമ്മളിപ്പോൾ കാണുന്നത് ആസ്റ്റൻ്റെ A40 സോമർസെറ്റ് എന്ന് പറഞ്ഞ 1952 മോഡലാണ്. നമ്മളിപ്പോൾ ഹിന്ദുസ്ഥാൻ്റെ 14 എന്ന് പറഞ്ഞ 1952 മോഡലുള്ള അംബാസഡർ മോഡലുള്ള ഒരു കാറാണ് നമ്മൾ കാണുന്നത്. ഇത് നിരന്ന് കിടക്കുന്ന കാണാൻ നല്ല ലുക്കാണ്. ഇപ്പോൾ കാണുന്നത് ഹിന്ദുസ്ഥാൻ്റെ ലാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു 55 മോഡൽ. ഈ കാണുന്നത് അംബാസഡർ മാർക്ക് 2 ആണ് നമ്മളീ കാണുന്നത്. നമ്മളിപ്പോൾ ഇതൊക്കെ നാട്ടിലൊക്കെ കാണാറുണ്ട്. ഇത് നമ്മുടെ റെനോൾട്ടിൻ്റെ 1969 മോഡലുള്ള ഒരു അടിപൊളി വണ്ടിയാണ് നമ്മളീ കാണുന്നത്. ഇതിൻ്റെ ലുക്കൊക്കെ കാണാൻ അടിപൊളി രസമാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഷവർലെറ്റിൻ്റെ ബെൽ എയർ 1955 മോഡലുള്ള ഒരു വിൻറ്റേജ് കാറാണ്. അടിപൊളി ലുക്കുണ്ട്. നമ്മളീ കാണുന്നത് സ്റ്റഡ്ബീക്കറിൻ്റെ ചാമ്പ്യൻ സീരീസ് 1955 മോഡലുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ കാണുന്നത്. അടിപൊളി ലുക്കിലാണ്. എല്ലാ ടയറിലൊക്കെ വെള്ളം ഇതൊക്കെ വെച്ച് അടിപൊളി ഒരു ലുക്കുണ്ട് ഈ കാണാൻ. നമ്മളിവിടെ കാണുന്ന 1960 കാലഘട്ടത്തിലുള്ള ബെർലിൻ ഗ്രാൻഡ് ടൂറിസ്മി എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മൾ അടുത്തായിട്ട് കാണുന്നത് ഷവർലെറ്റിൻ്റെ ഇംപാല എന്നൊരു മോഡലാണ്. 1965 കാലഘട്ടത്തിലുള്ള മോഡലാണ്. ബ്ലൂ കളറിലുള്ള അടിപൊളി ഒരു വണ്ടിയാണ് നമ്മളിവിടെ കാണുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് 1967 കാലഘട്ടത്തിൽ ഹിൽമാൻ ഹണ്ടർ എന്ന് പറഞ്ഞ മോഡലാണ്. നെക്സ്റ്റ് ആയിട്ട് കാണുന്നത് ഒപ്പലിൻ്റെ റിക്കോർഡ് സീരീസ് B എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അടിപൊളി ഒരു കളറിലെ വണ്ടിയാണ്. 1947 കാലഘട്ടത്തിലെ സ്റ്റഡ്ബീക്ക് ചാമ്പ്യൻ എന്ന് പറഞ്ഞ വേറൊരു സീരീസാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളീ കാണുന്നത് സ്കോഡയുടെ പോപ്പുലർ 420 റോഡ്സ്റ്റർ 1937 കാലഘട്ടത്തിലുള്ള വണ്ടിയാണ്. സിംഗിൾ സീറ്ററാണ്. ബാക്കിൽ ഒരു സീറ്റ് കാണുന്നുണ്ട്, പക്ഷേ നല്ലൊരു സ്ട്രക്ചർ ഉള്ളൊരു വണ്ടിയാണ്. നമ്മളിതാണ് ഓവറോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള വ്യൂ. ഇനി നമുക്ക് താഴോട്ട് പോയി അടുത്ത വണ്ടികളൊക്കെ കാണാം. നമ്മളിവിടെ കാണുന്നത് ഒരു മിലിറ്ററി ട്രക്കാണ്. 1981 കാലഘട്ടത്തിലുള്ള മിലിറ്ററി ഒരു ട്രക്കാണ്. അടിപൊളി ഒരു പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് അടിപൊളി ഒരു ഇത് ചെയ്ത്. ഇത് ഷവർലെറ്റിൻ്റെ ഒരു വണ്ടിയാണ് ഇവിടെ കാണുന്നത്, മിലിറ്ററി ബേസ്. ഇത് ഒരു അടിപൊളി ഒരു കുഞ്ഞു വണ്ടി ഇവിടെ കാണാം. പിന്നെ നമുക്ക് ഇവിടെ 1945 കാസ്പർ മാർക്ക് 2 എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്, മിലിറ്ററി ബേസ് വണ്ടിയാണ്. ഇതൊരു ചെറിയൊരു പിക്കപ്പ് ആണ്. ഇത് ഫോർഡിൻ്റെ ഒരു ലോറിയാണ്. ഇത് ടാറ്റയുടെ ഒരു ലോറിയാണ്. അടിപൊളി ഒരു പഴയ കാലഘട്ടത്തിലെ അടിപൊളി ഒരു ലോറിയാണ്. ഡാറ്റ്സൺ ബ്ലൂബേർഡ് 1983 മോഡൽ കാറാണ്. ഇത് ജപ്പാനിലെ കാറാണ്. അടുത്തത് ഫിയറ്റ് 1100 എലഗൻ 1957 ഇറ്റാലിയിലെ കാറാണ്.
ഇതും അതിൻ്റെ തന്നെ സെലക്ട് സീരീസ് എന്ന് പറഞ്ഞൊരു വേറെ വേർഷൻ കാറാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന വുഡി ഡിസൈൻ ജീപ്പാണ്. അടിപൊളി മോഡലാണ്, നല്ലൊരു സ്ട്രക്ചറാണ് അതിന് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഇത് വില്ലീസ് ജീപ്പാണ്. 1946 ഡോജ് പവർ വാഗൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫിയറ്റിൻ്റെ സൂപ്പർ സെലക്ട് കാറാണിത്. 1964 അടിപൊളി കളറാണ് ഇതിന്. അടുത്തത് ഡിലൈറ്റ് 1980 കാറാണത്. നെക്സ്റ്റ് മെർച്ചൻഡീസ് ബെൻസ് 240D 1980 കാറാണ്. ഇത് ബെൻസിന് തന്നെ ഡിഫറെൻറ്റ് വേരിയൻസ് ആണ് കാണുന്നത്. ഇത് ബെൻസിൻ്റെ ഇ ക്ലാസ് ആണ്. അടുത്തത് BMW E32 ആണ് ഈ കാണുന്നത്. ഇത് നമ്മൾ കാണുന്ന ടയോട്ടയുടെ കൊറോളയാണ് കാണുന്നത്. നമ്മൾ ഈ വണ്ടികളൊക്കെ അടിപൊളി ലുക്കിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന ജാഗ്വറിൻ്റെ XF ആണ്. ഇത് നമ്മുടെ കാഡ്ലിക്കിൻ്റെ ഫ്ലീറ്റ് വുഡ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് നമ്മുടെ മസ്ദ ലൂസി 1500 എന്ന മോഡലാണ്. എൻ്റെ ഡീറ്റെയിൽസ്. ഇത് ആസ്റ്റൻ്റെ A40 എന്ന മോഡൽ. ഇവിടെ നമ്മൾ കാണുന്നത് സ്റ്റാൻഡേർഡ് 2000 എന്ന് പറഞ്ഞ മോഡലാണ്. പഴയൊരു മോഡൽ കാറാണ്. ഇവിടെ നമ്മുടെ അംബാസിഡർ നമുക്ക് കാണാൻ കഴിയും, പഴയ കാലത്തെ എയർഫോഴ്സ്. ഇത് നമ്മുടെ കോണ്ടസ കാറ് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതൊരു ജീപ്പാണ്, പഴയ കാലഘട്ടത്തിലെ ഒരു ജീപ്പ്. ഇത് അംബാസിഡറിൻ്റെ തന്നെ ഇപ്പോഴത്തെ മോഡൽ. ഇത് അംബാസിഡറിൻ്റെ ഫുൾ സ്ട്രക്ചർ അവർ റിമൂവ് ചെയ്ത് ഇത് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ മെറ്റിഡോറാണ് വാന്. ഇത് സാഫിൻ ഡോർ സലൂൺ എന്ന് പറഞ്ഞ പോലെ. ഇത് നമ്മുടെ മാരുതി 800. ഇത് നമ്മുടെ ഇലക്ട്രിക് കാറ്. ഇത് പഴയകാലത്തെ JCB ആണ്, പഞ്ചാബ് ബേസ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ മൈസൂർ വരുമ്പോൾ ഈ മ്യൂസിയം വന്ന് വിസിറ്റ് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.